എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസം മുന്നേ ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ട് എന്ന് പറഞ്ഞ ചാനലിൽ, വിശ്വല ചേച്ചിയുടെ ചാനലിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസൊക്കെ കുറച്ച് ഷെയർ ചെയ്യുകയും അത് കണ്ടിട്ട് കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വ്യൂ ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും വെൽക്കം. താങ്ക് യു. ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റീനെ പറ്റിയാണ്. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, എന്തിനാണ് നീ ഇത്ര സെൻസിറ്റീവ് ആകുന്നത്, ചെറിയ കാര്യങ്ങൾക്ക് വരെ എന്തിനാണ് ഇമോഷണൽ ആവുന്നത്, അല്ലെങ്കിൽ അതൊക്കെ വിട്ട് കളയേണ്ടതല്ലേ. അങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ചെറുപ്പം മുതൽ പലരും പറയാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കുണ്ടലിനി അവേക്കനിങ്ങും മെഡിറ്റേഷനും സമയത്തുള്ള എക്സ്പീരിയൻസൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സെൻസിറ്റിവിറ്റിയുടെ അളവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഭയങ്കര സെൻസിറ്റീവായി. ആൾക്കാർ പറയുക പോലും വേണ്ട, അവർ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം മതി. ആ ഇമോഷൻ അവരെന്താണ് ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ അതനുസരിച്ച് എൻ്റെ മനസ്സ് റിയാക്ട് ചെയ്യുകയും അതിൻ്റെ പുറകെ പോവുകയും ഒക്കെ ചെയ്തു. എൻ്റെ പല ഫ്രണ്ട്സും ഞാൻ വളരെ സെൻസിറ്റീവ് ആണെന്നും, പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കാതെയായി. ഫ്രണ്ട്സൊക്കെ ദൂരെ പോയി തുടങ്ങി. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാതെയായി. അതെല്ലാം ഈ സെൻസിറ്റിവിറ്റി കാരണമാണ്. ഈ സെൻസിറ്റീവ് ആൾക്കാരെ സമൂഹത്തിന് വേണ്ട. ജോലിയിലാണെങ്കിലും നമ്മളൊരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് കേട്ടിരിക്കണം. സെൻസിറ്റീവ് ആണെങ്കിൽ അത് പറ്റില്ല, നമുക്കത് അനുസരിച്ച് നമുക്ക് വിഷമം വരികയും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തോ ഒരു മിസ്മാച്ച് പോലെയാണ് ഈ സെൻസിറ്റീവ് ആൾക്കാർ സമൂഹത്തിന് വേണ്ടത് 9 to 5 അവർ പറയുന്ന ജോലി എന്ത് കേട്ടാലും അത് കേട്ട ഭാവം നടിക്കാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. അതാണ് സമൂഹത്തിന് വേണ്ടത്. ഏറ്റവും മേലെ ഭൂമി ഭരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശാണ്. ഈ കമ്പനികളുടെ ഒട്ടുമിക്ക കമ്പനികളുടെ ഏറ്റവും എൻഡിൽ പോണത് ഇവർക്കാണ്. ഇവർക്ക് കാശ് ആവശ്യമില്ല. ഇവർ കാശ് പിടിച്ചു വെച്ച് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് 9 to 5 നമ്മുടെ ടൈം അവർക്ക് വേണം. നമുക്ക് ഫ്രീഡം തന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സ്ലേവായിട്ട് നിർത്താൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ ഫാമിലിയായിട്ട് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ് യൂണിറ്റായിട്ട് തിരിച്ച് ഈ ഭരിക്കാൻ കണ്ടിട്ടില്ലേ, ഈ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ ഫാമിലിയായിട്ട് തിരിച്ച് എല്ലാം നമ്മളെ സ്ലേവ് ആക്കാൻ വേണ്ടി, നമ്മളെ ഭരിക്കാൻ വേണ്ടിയാണ് ഈ സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ എന്തൊക്കെ പബ്ലിക്കലി അലൗഡാണോ അതെല്ലാം നമ്മളെ സ്ലേവ് ആക്കാൻ വേണ്ടിയാണ്. ഒരു നല്ല കാര്യവും നമുക്ക് നല്ലത് വരുന്ന ഒരു കാര്യവും പബ്ലിക്കായിട്ട് അലോ ചെയ്യില്ല. അങ്ങനത്തെ സൊസൈറ്റിയാണിത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ റിയൽ സെൽഫിനെ അറിയാതിരിക്കാനും നമ്മളെ സ്ലേവ് ആക്കാനും വേണ്ടിയിട്ടുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ അലോ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ സൊസൈറ്റിയുടെ ബിലീഫ് സിസ്റ്റത്തിനും ചെറുപ്പം മുതലേ ഉള്ള പോയിസണിങ്ങും കാരണം അടിമപ്പെട്ടാണ് ഇരിക്കുന്നത്. 99% പ്രശ്നവും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നതാണ്. ഇതിൽ നിന്ന് പുറത്ത് വന്നൊന്ന് ഡിഫറെൻ്റായിട്ട് ചിന്തിച്ച് നോക്കിയേ, പിന്നെ നമ്മൾ റിയൽ സെൽഫ് ഹുവാമായി എന്ന് അറിയാൻ വേണ്ടി വലിയ സമയമൊന്നും വേണ്ട. നമ്മൾ ഈ വലിയ അജണ്ടാസ്, നമ്മൾ പോലും അറിയില്ലാത്ത അജണ്ടാസിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ്.
നമ്മൾ പല കാര്യങ്ങളും ചെറുപ്പം മുതലേ പഠിച്ചു വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു. നമ്മൾ ഫോർ ഫാദേഴ്സ് മുതൽ പഠിച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. അത് സത്യമാണോ തെറ്റാണോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സത്യമുണ്ട്, പക്ഷേ അത് ആ സത്യത്തെ യൂസ് ചെയ്ത് നമ്മളെ അടിമയാക്കിയിരിക്കുകയാണ്. അത് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഹൂ ആം ഐ എന്നുള്ളൊരു ചോദ്യമാണ് മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യം, അല്ലേ? അതെല്ലാവരും ഒന്നും ചോദിക്കില്ല. ഒന്നെങ്കിൽ ഫുൾ സ്ട്രഗിൾ ചെയ്ത് മരണതുല്യമായ സഫറിങ് വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുക, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്, ഹൂ ആം ഐ എന്നുള്ളത്. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ഈ ചോദ്യം ചോദിച്ചവർക്ക് ആ ഒരു സബ് കോൺഷ്യസ്ലി ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് അവർ ചെറുപ്പം മുതലേ ആ ഒരു പാതയിൽ പോവും, ഹൂ ആം ഐ എന്നുള്ളതാണ്. ഒരു 90% ഹ്യൂമൻ ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി എന്താണ് ഇത് നമ്മുടെ ഈ റിയാലിറ്റി എന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഹൂ ആം ഐ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ആ ഐ നമ്മളാണ്, അല്ലേ? അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലല്ലേ നോക്കേണ്ടത്. പുറത്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് ഹൂ ആം ഐ കാണാൻ പറ്റുന്നത്, അല്ലേ? അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും ഞാൻ പറയുന്ന വിട്ടുകളാ, ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൂ ആം ഐ, ആ ഐ ഉള്ളിലാണ്, ഉള്ളിലേക്കാണ് നോക്കണ്ടേ. പിന്നെ ഉള്ളത് നമ്മൾ ഈ ശരീരമാണോ, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം. ശരീരമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം. അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അത് നമ്മൾ ഈ മൈൻഡാണോ അതും അല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് നോക്കിയാലാണ് അത് നമ്മൾ ഈ മൈൻഡാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാൻ എവിടെയോ കേട്ട ഒരു കാര്യം പറയാം. നമുക്ക് നമ്മുടെ കണ്ണ് വെച്ച് പുറത്തേക്ക് കാണാൻ പറ്റും, പക്ഷെ ആ കണ്ണിനെ കണ്ണും കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാരണം കണ്ണിനോട് ചേർന്നാണ് കണ്ണിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ മനസ്സിന് കണ്ണിനെ കാണാൻ പറ്റുമോ? കണ്ണ് എവിടെ ഇരിക്കുന്നതെന്നുള്ളത് മനസ്സിന് കാണാൻ പറ്റും. കാരണം മനസ്സ് കുറച്ചും കൂടി ഒരു സട്ടിൽ ലെവലിലാണ് ഇരിക്കുന്നത്, അല്ലേ? അതേപോലെ നമ്മുടെ അവെയർനെസ്, നമ്മളാകുന്ന അവെയർനെസ് മനസ്സിൻ്റെയും പുറകെ ഉള്ളൊരു സട്ടിൽ ലെയറിലാണുള്ളത്. അത് എപ്പോഴും മനസ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു നേക്കാണ്. അതൊരു വർഷങ്ങളോളം തപസ് ചെയ്തിട്ടോ അതൊന്നുമല്ല. അതൊരു നേക്കാണ്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ നമുക്കത് കിട്ടും. ഈ അവെയർനെസ്സാണ് ഈ മനസ്സിനെ കാണുന്നതെന്ന്. അത് മനസ്സിലാക്കിയാൽ അതാണ് ശരിക്കും നമ്മളുടെ റിയൽ സെൽഫ്. ആ അവെയർനെസ് അത് മാത്രമാണ്. ആ അവെയർനെസ് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. നമ്മൾ ജനിച്ചപ്പോഴും ആ അവെയർനെസ് ഈ ലൈഫിൽ ഫുൾ ഈ അവെയർനെസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അവെയർനെസ് മരിച്ചു കഴിഞ്ഞാലും ആ അവെയർനെസ് ഉണ്ടാവും. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ ആരെങ്കിലും വന്ന് കുത്തുവാണെങ്കിൽ ആ കുത്തുന്ന വേദന ഉള്ളത് എൻ്റെ ശരീരത്തിനാണ്. അത് സഹിക്കുന്ന എൻ്റെ മനസ്സാണ്. ഈ ശരീരവും മനസ്സും ഈ വേദന അനുഭവിക്കുന്നത് ഞാൻ നോക്കിക്കാണും, അതിൻ്റെ അവെയർനെസ്. പക്ഷെ ഈ അവെയർനെസ്സിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഉള്ളിലേക്ക് നോക്കിക്കാണുക. അതിന് ഏറ്റവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റാണ് സെൻസിറ്റിവിറ്റി. നമ്മൾ എത്രയും വലിയ സെൻസിറ്റീവ് ആളാണോ നിങ്ങളെ തന്നെ ഹഗ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കിട്ടിയതിന് ലോകം നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ സെൻസിറ്റീവാണ്, നിങ്ങൾ തൊട്ടാവാടിയാണ് എന്നൊക്കെ. നിങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. ഡയമണ്ടാണത്. നിങ്ങൾ പണ്ട്
ഇതിനു മുന്നത്തെ ലൈഫ്സിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്പിരിച്വൽ വർക്കിൻ്റെ അനുസരിച്ച് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് അത് സെൻസിറ്റിവിറ്റി. ആ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യുക. എന്തിന്? ഉള്ളിലേക്ക് നോക്കാൻ. നമ്മുടെ ആ ഒരു ഫോക്കസ് തിരിക്കണം, ഉള്ളിലേക്കായിരിക്കണം. നമ്മളിപ്പോൾ ഫുൾ പുറത്താണ് നോക്കുന്നത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഒരു പൂ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോവും സന്തോഷം കൊണ്ട്. ചിലപ്പോൾ ഒരാൾ റോട്ടിൽ കൂടെ വെറുതെ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വേദന വരും മനസ്സിൽ. സെൻസിറ്റിവിറ്റി വരുമ്പോൾ ഞാൻ അവരുടെ ഇത് പിക്ക് ചെയ്യും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ സെൻസിറ്റിവിറ്റി വെച്ചിട്ട് നടക്കാൻ പഠിക്കും നമ്മൾ. എപ്പോൾ നമ്മുടെ ഈ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്യാം, എപ്പോൾ അത് വിഡ്രോ ചെയ്യാം, ഇതൊക്കെ നമ്മൾ തന്നെ പഠിക്കും. ഇത് അടച്ചു വെക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരും പറയും, നിങ്ങളുടെ ബോസ് പറയും, നിങ്ങളുടെ അച്ഛൻ പറയും, അമ്മ പറയും, എല്ലാവരും പറയും ഇത്രയും സെൻസിറ്റിവിറ്റി പാടില്ല, നീ എങ്ങനെ ജീവിക്കും. ഇല്ല, ഇതെല്ലാം ഈ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ റിലേഷൻസിൽ നിന്നുള്ള പ്രശ്നം, നമ്മുടെ ജോബിൽ നിന്നുള്ള പ്രശ്നം, ഇതെല്ലാം സഹിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളത് സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. ജോലി നിങ്ങൾക്ക് ടെൻഷൻ തരുന്നോ, ജസ്റ്റ് ലീവ് ഇറ്റ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ യൂണിവേഴ്സ് തരും. നിങ്ങൾ ലീവ് ചെയ്താലല്ലേ യൂണിവേഴ്സിന് തരാൻ പറ്റുള്ളൂ. നിങ്ങളൊരു റിലേഷൻ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ മോശമായിട്ട് അത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നിട്ട് പറയും നിങ്ങൾ സഫറിങ് ആണെന്ന്. പക്ഷെ നിങ്ങൾ അത് ധൈര്യം സംഭരിച്ച് ആ റിലേഷനിൽ നിന്ന് പുറത്ത് വന്നാലല്ലേ നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ലൈഫ് തരത്തുള്ളൂ, അല്ലേ? അപ്പോൾ ശരിക്ക് ഈ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ ലെൻസ് ഒന്ന് തിരിച്ചു വെക്കുക. എന്നിട്ട് ആ അവയർനെസ് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള അവയർനെസ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.